ഹലോ ഗൈസ്, ഭ്രാന്തൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രിവാൻഡ്രം ഹെഡ് ക്വാർട്ടർ വർക്ക് ചെയ്യണം. ഹെഡ് ക്വാർട്ടർ 1 വർക്ക് വീഡിയോ ആണ്. പേരൂർക്കട താലൂക്ക് ആശുപത്രി, പുലയനാർക്കോട്ട ചെസ്റ്റ് ഹോസ്പിറ്റൽ, പുലയനാർക്കോട്ട ജൂബിലി ഹോസ്പിറ്റൽ, SRKM ഹോസ്പിറ്റൽ, പിന്നെ PRS. ഈ വർക്ക് വീഡിയോ ഇന്നത്തെ വർക്ക് വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്. ഹലോ ഗൈസ്, അങ്ങനെ രാവിലെ വീട്ടിൽ നിന്ന് വർക്കിനിറങ്ങിയതാണ്. നേരെ പോവുകയാണ് ഗൈസ്. നമ്മൾ നേരെ പോകുന്നത് പേർക്കുടയിലോട്ടാണ് കേട്ടോ. പേർക്കുടയിൽ നമ്മളൊരു പൾമനോളജിസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഡോക്ടറിനെ കാണാനായിട്ടാണ് പോണത്. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ എടുത്തിട്ടില്ല. അതിപ്പോൾ അവിടെ നിന്ന് എത്തി കേട്ടോ ഗൈസ്. പേർക്കട എത്തി. പിന്നെ ഒന്ന് കെമിസ്ട്രിയിലൊക്കെ ഒന്ന് കയറിയിട്ട് ഞങ്ങൾ പ്രോഡക്റ്റ് വരണുണ്ടോ, പുതിയ പ്രോഡക്റ്റ് എഴുതിയിട്ടുണ്ടോ, ഡോക്ടർ എഴുതിയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് സർവേ എടുക്കണം. സർവേ എടുത്തിട്ടേ നമ്മളകത്ത് ഡോക്ടറിനെ കാണാൻ പോകുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങറ്റുള്ള എല്ലാ കെമിസ്ട്രിയും എടുത്ത് ഇവിടെ നിന്ന് അങ്ങറ്റുള്ള എല്ലാ കെമിസ്ട്രിയിൽ നിന്നും സർവേ എടുത്തിട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കണം ഗൈസ്. ഇത് പേർക്കട ജംഗ്ഷനാണ്. നമ്മൾ പേർക്കട താലൂക്ക് ആശുപത്രിയുടെ ഓപ്പോസിറ്റ്. നമ്മൾ അർച്ചന മെഡിക്കൽസ്, ശാന്തി മെഡിക്കൽസ്, AN മെഡിക്കൽസ്, അങ്ങനെ. പിന്നെ തിരിച്ച് ഞാൻ നേരെ പേർക്കട ആശുപത്രിക്കകത്ത് വന്നു. ആശുപത്രിക്കകത്ത് വന്നപ്പോഴാണ് ഒടുക്കത്തെ പേഷ്യൻറ്റ് ഗൈസ്. എൻ്റെ പൊന്നോ, ഭയങ്കര പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ പൾമനോളജിയിൽ മാത്രമുണ്ട് 19 ഓഫീസുണ്ട് പൾമനോളജി ഡോക്ടറിന്. അപ്പോൾ എന്തായിരുന്നാലും ഒരു മണി കഴിയും. അങ്ങനെ 1 മണി കഴിഞ്ഞ് എൻ്റെ വർക്ക് ബ്ലോക്കായി ഇപ്പോൾ ഇവിടെ മാത്രം നിന്ന് കഴിഞ്ഞാൽ. അങ്ങനെ അവിടെ ഞാൻ സാറിനെ വിളിച്ച് പറഞ്ഞു, സാർ ഇങ്ങനെയാണ്, ഇത്ര പേഷ്യൻ്റ് ഉണ്ട്. അങ്ങനെ അവിടെ നിന്ന് കഴിഞ്ഞാൽ പോസ്റ്റായി ഇപ്പോൾ ഒറ്റ കോൾ. അപ്പോൾ സാർ പറഞ്ഞു ആസ് യൂഷ്വൽ വർക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നേരെ ഞാൻ പുലയനാർക്കോട്ടയിലോട്ട് പോവുകയാണ്. അതായത് പുലയനാർക്കോട്ടയിൽ അവിടുത്തെ നമ്മൾ ആശ്വാസമാണ്. നമ്മളെ പയ്യനാണ്, ചങ്ക് പയ്യനാണ്, അവനാണ് ഓർഡറൊക്കെ തരണത്. അവിടെയും പോയിട്ട് നമുക്ക് പ്രോഡക്റ്റ് ഉണ്ട്, അതും എല്ലാം നോക്കിയിട്ട് അവിടെ നിന്നൊരു ഓർഡർ എടുത്തിട്ട് നേരെ പുലയനാർക്കോട്ടയായിട്ട്. ഇതങ്ങോട്ടാണ് പുലയനാർക്കോട്ട. അവിടെ പുലയനാർക്കോട്ട പോയി വർക്കും ചെയ്തിട്ട് പുലയനാർക്കോട്ട വർക്ക് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് എടുത്തില്ല. പിന്നെ അവിടെ നിന്ന് നേരെ SRKM ഒരു 4 കോളം കൂടിയുണ്ട്. അപ്പോൾ അതെടുക്കാനായിട്ട് നേരെ SRKM വന്നു. അപ്പോൾ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ വീഡിയോ എടുത്തപ്പോൾ ചിരിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അവൻ എന്നെ നോക്കി ചിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞാൻ SRKM ഇരിക്കുകയാണ്. ഇതാണ് നമ്മളെ മെഡിക്കൽ റെപ്പ്, മറ്റേ കമ്പനീസിൻ്റെ സിപ്ലൈരെയും സണ്ണിൻ്റെ റെപ്പൊക്കെ അപ്പുറത്തിരിപ്പുണ്ട്. ഇവിടെ നമ്മളെ ഈ ഡോക്ടറിന് ഒരുവിധം പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. നമ്മളെ പൾമനോളജിസ്റ്റാണ്. പിന്നെ അവിടെ അങ്ങനെ നിൽക്കുകയാണ് ഗൈസ്. പിന്നെ അത് കഴിഞ്ഞ് നേരെ ഇത് ജൂബിലിയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇത് ജൂബിലിയാണ്. പിന്നെ അവിടെ നിന്ന് ആ കോൾസൊക്കെ എടുത്ത് പിന്നെ നേരെ ജൂബിലിലോട്ട് വന്നു ഗൈസ്. അങ്ങനെ ജൂബിലിയിൽ വെയിറ്റ് ചെയ്യുന്നു. നമ്മളെ ഒരു ENT ഡോക്ടറാണ്, അൻപലകൻ സാറിനെ കാണാനായിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അൻപലകൻ സാറിനെയും കണ്ട് പിന്നെ നേരെ നമ്മൾ പൾമനോളജി പ്രിയ മാഡത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് ഒരു കോളുണ്ട്, റിനി മാഡം. ആ മാഡത്തിനെയും കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ജൂബിലി ഹോസ്പിറ്റലാണ് കേട്ടോ. ഇവിടെ ഇപ്പം ടോക്കണൊക്കെ എടുത്താലേ ഡോക്ടറിനെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് അങ്ങനെ എല്ലാ റപ്പന്മാരും നിൽക്കുകയാണ്. ഇന്ന് നമ്മളെ ഡോക്ടർ റൗണ്ട്സിനൊക്കെ പോയിട്ട് വന്നപ്പോൾ നല്ല താമസിച്ച്. ഇപ്പം തന്നെ 2 മണി എന്തോ ആവാറായി. പക്ഷെ 2 മണി കഴിഞ്ഞു. അപ്പോഴത്തേക്ക് അവർ റൗണ്ട്സിന് പോയി ഇട്ടൊക്കെ വന്നു. ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. ബാക്കി കോൾസെല്ലാം എടുത്ത് പിന്നെ അവരെയും കൂടി കാണണം. നമ്മളെ മെയിൻ ഡോക്ടർ അതാണ്. അപ്പോൾ അവരെയും കൂടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരെയും കൂടി കണ്ടു. പിന്നെ ഇപ്പം ബിന്ദു മാഡം ഇറങ്ങി വരും. അപ്പോൾ ബിന്ദു മാഡത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ശ്രീചിത്രയിലോട്ട് വന്നു. ശ്രീചിത്രയിൽ വന്ന് ചെക്ക് വാങ്ങണമായിരുന്നു. നമുക്ക് കഴിഞ്ഞ മാസത്തെ ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ ചെക്ക് വാങ്ങണമായിരുന്നു. അങ്ങനെ ശ്രീചിത്രയിൽ വന്ന് ചെക്കും വാങ്ങി കുറേ നേരം എടുത്തു കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒരു മണിക്കൂർ ഇട്ടാണ്. ഇതിപ്പോൾ വീഡിയോയിൽ നിങ്ങൾ സ്പീഡായിട്ട് കാണണമെങ്കിൽ ഇതെല്ലാം 1 മണിക്കൂറും കുറേ സമയം അധികം എടുത്താണ് വീഡിയോയിൽ. പിന്നെ സ്പീഡായിട്ട് ടപ്പാന്ന് കാണിക്കണമെന്നേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഇത് ശ്രീചിത്രയാണോ അവിടെ വെയിറ്റ് ചെയ്ത് ചെക്ക് വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയമാണ്. ചെക്ക് ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്. പിന്നെ അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്തെടുത്ത വീഡിയോ ആണ്. ശ്രീചിത്രയുടെ ഫ്രണ്ടാണ്. ശ്രീചിത്ര നമ്മൾ ബേക്കറി സെൻ്ററാണ് ശ്രീചിത്ര. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ അടുത്തത് SRKM വന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ PRS പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, നമ്മളൊരു ഡോക്ടറിന് ബുക്ക് കൊടുക്കാനായിട്ട്. ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇതിപ്പോൾ നേരെ SRKM വന്നിട്ടുണ്ട്. SRKM വീണ്ടും നമുക്കൊരു കോൾസ് ഉണ്ട്.
അപ്പോൾ അതും കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പരിപാടി തിന്നു. ഇപ്പം തന്നെ ആയി, മണിയിപ്പോൾ 4 അങ്ങനെ ഇരിക്കുന്നു. ഇത് പിന്നെ SRK ഗ്യാസ്. അങ്ങനെ SRK ആ ഡോക്ടർ നല്ല പേഷ്യൻ്റ് ഉണ്ട്. അങ്ങനെ നിൽക്കുകയാണ് ഗൈസ്. അങ്ങനെ SRK ആ കോളും കൂടി കണ്ട് കഴിഞ്ഞ് നമ്മളിതാ തിരിച്ച് നമ്മളെ പരിപാടി കഴിഞ്ഞിരിക്കുന്നത് ഗൈസ്. തിരിച്ച് SRK ഇറങ്ങുന്ന വീഡിയോയാണ് ഗൈസ്. ബോക്കെ ഇരിക്കണുണ്ട, കരിക്കട്ടെ. കട്ട വെയിലായിരുന്നു. അങ്ങനെ ഗൈസ് പരിപാടി തീർന്നു. ഇപ്പം തന്നെ ഒരു 4 മണിയായി, 4 മണി കഴിഞ്ഞു. കറക്റ്റ് സമയം ഓർമ്മയില്ല. ഒരു 4 കഴിഞ്ഞ് 4:30 ആയി തോന്നുന്നു. 4:30. അപ്പോൾ ഇന്ന് ഹെഡ് ക്വാർട്ടർ 1ൻ്റെ വർക്കാണ്. അപ്പോൾ വർക്ക് കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നപ്പോൾ ചേട്ടൻ കിഫ്ബിയിലാണ് വർക്ക് ചെയ്യണത്. എൻ്റെ ചേട്ടൻ ബ്രദർ. അങ്ങനെ എൻ്റെ വണ്ടി കണ്ടു ഗൈസ്. അപ്പോൾ ചേട്ടൻ്റെ വർക്ക് ചെയ്യണം അവിടുത്തെ കിഫ്ബിയിലെ 25 years വാർഷികമായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ പരിപാടി കാണുന്നത്, ഞാനും അന്നമ്മയും നീലൂട്ടൻ ധരിക്കണം. നീലൂട്ടന് ഭയങ്കര ഹാപ്പി, അവിടെ പോയി ഡാൻസൊക്കെ കളിക്കാമല്ലോ, അടിച്ച് പൊളിക്കാമല്ലോ എന്നൊക്കെ. ഇപ്പം സമയം ഒരു 7:30 ആയിരുന്നു, 7:30 സമയം. അപ്പോഴവിടെ 7:30 സമയം. അപ്പോഴവിടെ ഞങ്ങൾ കനാക്കുന്നിലാണ് പരിപാടി. അവിടെ നമ്മൾ പരിപാടി കാണാനായിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് ചേട്ടൻ വന്നില്ല. അപ്പോൾ ചേട്ടനെ കാത്ത് നിൽക്കുകയാണ്. അങ്ങനെ പിടിച്ചേട്ടനും കൂടി വന്നു കഴിഞ്ഞാൽ പിടിച്ചേട്ടനാണ് പാസ് ഉള്ളത്. ഫുഡൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പം പാസ്സുള്ളവർക്ക് ഫുഡൊക്കെ ഉണ്ട്. അപ്പം നമുക്കെല്ലാവർക്കും പാസ്സുണ്ട്. അപ്പോൾ ചേട്ടൻ അവിടെ വർക്ക് ചെയ്യണമെന്നാണ്. ഇതാണ് ചേട്ടൻ, പിടിച്ചേട്ടനാണ്. അപ്പോൾ ചേട്ടൻ അവിടെ വർക്ക് ചെയ്യണതുകൊണ്ട് നമുക്ക് ചേട്ടൻ നേരത്തെ പാസ് എടുത്തിട്ടുണ്ട്. കിഫ്ബിയിലാണ് വർക്ക് ചെയ്യണം. പുള്ളി അറ്റൻഡറാണ്. അപ്പോൾ പിടിച്ചേട്ടനെ കണ്ടപ്പോൾ നീലൂട്ട് അവിടെ കളയും. പിന്നെ അത് അമ്മ വന്ന്, അമ്മയുണ്ട് കൊണ്ടിരിക്കുന്നത്. അന്നമ്മ തന്നെ നീലൂട്ടൻ, ബിനിച്ചേട്ടൻ, അങ്ങനെയെല്ലാം. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം പോയി ഗൈസ്. അങ്ങനെ അവിടെ റിമീട്ടോമിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. അതെൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുന്നതാണ് നമ്മളെ ഡാൻസ് എല്ലാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.